ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് പറയുന്നത്. ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം സമ്മർ സീസൺ ആണല്ലോ. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലം ആയിട്ട് കസ്റ്റമേഴ്സും പേഷ്യൻസും ഒക്കെ ഫാർമസിയിൽ വരാറുണ്ട്. അപ്പം അവരെല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാം എങ്ങനെയാണ് സൺസ്ക്രീൻ ഇടേണ്ടത്, എന്തിനാണ് ഇടുന്നത്, എപ്പോൾ ഇടണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ലേഡീസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പം കുറേ ആണുങ്ങൾക്കും ഇതേപ്പറ്റി നല്ല വിവരമുണ്ട്, പക്ഷേ ഈ വിവരം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. അതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. മാക്സിമം സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. സ്കിന്നിന് അനുയോജ്യമായ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സെലക്ട് ചെയ്യുക. SPF 50ക്ക് മുകളിലായിട്ടുള്ളത് മാത്രം അപ്ലൈ ചെയ്യുക. അതിൽ താഴോട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് വെയിൽ കൊള്ളാതിരിക്കുക. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ സ്കിന്ന് വൺസ് ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സൺബേൺ വന്നു കഴിഞ്ഞാൽ, അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് വന്നു, സൺബേൺ ഒരുപാട് വന്നെങ്കിൽ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ പറയാം. ചിലതൊക്കെ മൈൽഡായിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറ്റാമെങ്കിലും പിന്നെയും അവർക്ക് വെയിലത്ത് നിന്നിട്ടുള്ള പണിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സൺ ബേണൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പുറത്ത് പോകുമ്പോൾ വെയിൽ അധികം അടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയാൻ. പിന്നെ SPF 50 മാക്സിമം യൂസ് ചെയ്യുക. SPF 50ക്ക് മുകളിലായിട്ടുള്ളത്. പിന്നെ സൈറ്റ് വർക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഇടവിട്ടൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യണം ഫസ്റ്റ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടണം. അതിന് ശേഷമാണ് സൺസ്ക്രീൻ ഇടേണ്ടത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഒരുപാട് കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഫാർമസിയിൽ. ഇങ്ങനെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, തടിച്ചിൽ, സൺബേൺ, പിഗ്മെൻറ്റേഷൻസ് എല്ലാം ഈ ബുദ്ധിമുട്ട് കൊണ്ടാണ്. സൂര്യൻ്റെ ബേണൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ സമ്മർ സീസണിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നതും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം, പ്രത്യേകിച്ച് ലേഡീസിനും. കുറേയൊക്കെ ആണുങ്ങൾക്കും അറിയാം, പക്ഷെ കുറച്ച് പേർക്കൊക്കെ അറിയാത്തതായിട്ടുണ്ട്. പിന്നെ പുറത്ത് പോകുന്നതിന് അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ ഇടുക. കാരണം പെട്ടെന്ന് തന്നെ ഇടുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, വേർത്തൊലിച്ച് പോകത്തേ ഉള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക.